നമസ്കാരം വാര്യർജി. എന്താ യുവരാജക്കന്മാരെ ഒരു നിഗൂഢത? എന്നെ തല്ലിക്കൊല്ലാൻ വല്ല പ്ലാനുണ്ടോ? വാര്യർ സാറേ, ചില രഹസ്യങ്ങളുണ്ട്. സാറിന്റെ വകുപ്പ് മന്ത്രി ഇവന്റെ പിതാശ്രീ അറിയരുത്. മിനിസ്റ്റർ അറിയേണ്ടാത്ത കാര്യമാണെങ്കിൽ നമ്മളെന്തിനാ അദ്ദേഹത്തെ അറിയിക്കുന്നത്? ഈ വാര്യർ സാറിനെ ഞാൻ കടിച്ചു കൊല്ലും. സാറ് വാ, ചിലത് പറയാനുണ്ട്. വാര്യർ സാറേ, താൻ ഫോണിൽ കൂടി പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. സ്ത്രീ വിഷയം അതല്ലെങ്കിലും നടക്കും. പക്ഷേ കമ്മീഷൻ 25%, അതിൽ മാറ്റമില്ല. അത് ഞാൻ അച്ചായൻ്റെ വാങ്ങിച്ചു തരാം, ഇല്ലെങ്കിൽ ഞാൻ തരും. നീ എന്താ പെണ്ണിന്റെ പേര് പറഞ്ഞത്? ലിസ. ഒരു പെണ്ണ. വരാൻ പറ. നല്ല കലക്കം വീടാണല്ലോടേ. അതുപോലെ തന്നെ നല്ല കലക്കം വാടകയാ. തന്നെ. നമസ്കാരം സാർ. ലിസയുടെ അച്ഛനാ ജോസഫ് സാറ്. ഞാൻ സാധാരണ അമ്മയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവരാണല്ലോ സ്ഥിരമായിട്ട് സ്റ്റുഡിയോയിൽ വരാറുള്ളത്. ഞാൻ ക്യാമറമാനാ. പിന്നെ സാധാരണ ഞാൻ ഈ നടികളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ പോകാറില്ല. കണ്ടപോലെ നിർബന്ധിച്ച് കളഞ്ഞ്. മോളെ സ്റ്റുഡിയോ കാറ് വന്നു. ആ മധുചേട്ടനോ? മണിസാറും ഉണ്ടല്ലോ. എന്താ മധുചേട്ടാ? പെട്ടെന്ന് സ്റ്റുഡിയോയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അതിന് അച്ഛനും ഗുരുജിയൊന്നും പറഞ്ഞില്ലല്ലോ. എപ്പോഴെങ്കിലും ഫോണൊന്നും ഫ്രീ ആയെങ്കിലേ പറയാൻ പറ്റുള്ളൂ. 100 വട്ടം അവര് വിളിച്ചു. ഞാനാണെങ്കിൽ 1000 വട്ടം വിളിച്ച്. ഈ കൊച്ചാണെങ്കിൽ കൊച്ചെന്ന് പറയാൻ, ഈ അച്ഛ ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? അമ്മയുടെ ഫോൺ എപ്പോ നോക്കിയാലും എൻഗേജിലാണല്ലോ. എന്തൊരു കാര്യം പറ മധുചേട്ടാ. മോളെ ഒരു ഗവൺമെന്റ് ഓഫർ കിട്ടിയിട്ടുണ്ട്. ഹാൻഡ്ലൂം ആണ്. ഓഫീഷ്യൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അവർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. എന്റെ ഫുൾ പ്രൊഫൈൽ സ്റ്റുഡിയോയിൽ സിസ്റ്റത്തിലുണ്ടല്ലോ മനസ്സാറേ. വലിയ കോൺട്രാക്റ്റാ. അവർക്ക് ഒന്ന് കാണണമെന്ന്. വരാൻ പറ്റൂല്ലെങ്കിൽ അത് പറഞ്ഞാ മതി. ചതിക്കല്ലേ സാറേ. നിങ്ങൾ കയറിയിരിക്കും, ഞാൻ അമ്മയെ വിളിക്കാം. ചേച്ചി ഇത്തിരി ചായ. കുടിക്കാനൊന്നും വേണ്ട, നീയാളൊന്ന് പെട്ടെന്ന് ഒരുങ്ങിട്ട് വാ. വെള്ളമാണല്ലേ. അമ്മ 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 നോക്ക് ചേച്ചി, ഇപ്പൊ പകലും തുടങ്ങിയിരിക്കാം. അമ്മേ അമ്മേ. എന്താടി കിടന്ന് നിലവിളിക്കുന്നേ? നിന്റെ രണ്ടിനെ പപ്പയത്തോ? എന്റെ അമ്മേ, മുമ്പ് നിങ്ങൾ രണ്ടാളും സന്ധ്യ കഴിഞ്ഞേ തുടങ്ങിയിരുന്നുള്ളൂ. ഇപ്പൊ പകലും. ഞങ്ങൾ 2 പെൺകുട്ടികൾ എന്ത് ചെയ്യും? ഇന്നിപ്പോ എങ്ങോട്ടും പോകണ്ടല്ലോടി മക്കളെ. അമ്മച്ചിക്ക് രാത്രി ഉറക്കമില്ല, അതാ. അമ്മ ദേ സ്റ്റുഡിയോ ഒന്ന് മധുചേട്ടൻ വന്നിരിക്കുന്നു. ആ എലുമ്പൻ എന്തെന്റെ കേടാടി. എന്റെ അമ്മ ഒരു വലിയ പ്രൊജക്റ്റ് ആണ്. അയാൾക്ക് വരണ മുമ്പ് ഒന്ന് വിളിച്ചൂടെ? അമ്മയുടെ ഫോൺ എവിടെ? ഓ ഫോൺ, എന്റെ ഫോൺ ഇവിടെ ഞാൻ ഫോൺ എവിടെ? ആഹാ എന്റെ ഫോൺ. അയ്യോ മക്കളെ, ചാർജ് ഇല്ല. എന്റെ ഫോൺ ബാറ്ററി ഓഫ്. അമ്മ ഇറങ്ങ, നമുക്കൊന്ന് സ്റ്റുഡിയോ വരെ പോകാം. ഏയ് ഈ രാത്രിയിലോ? അമ്മേ ഇത് രാത്രിയല്ല, പകല. 3 മണിയായി. വാട്ട്? പകലോ? അമ്മേ നീ പോയി ഡ്രസ് ചെയ്തിട്ട് പോയി ഡ്രസ് മാറടി. എന്നെ പഠിപ്പിക്കല്ലേ. അമ്മേ ഈ അവസ്ഥയിൽ അവരെന്ത് വിചാരിക്കും? ഇന്നിങ്ങനെ പോകേണ്ടി വരുന്ന അമ്മച്ചി അറിഞ്ഞില്ല മക്കളെ. ഒരു കാര്യം ചെയ്യും, ഇന്ന് മക്കളും കൂടെ അനിയത്തിക്ക് കൂട്ടുപോ. ഞാനോ? ആ ഈ കണ്ടീഷനിൽ അമ്മ പോണേലേക്കാളും നല്ലതല്ലേ മക്കൾ അനിയത്തിക്ക് കൂട്ടുപോകുന്നത്. പക്ഷേ കൈ അകലത്തിനപ്പുറത്തേക്ക് വിടരുത്. കണ്ണെടുത്തിനടുത്ത് തന്നെ നിർത്തണം. മക്കളെ പോലെ അല്ല,
അവള് കുറച്ച് ഇളക്കക്കാരിയാ. പ്രായം അതല്ലേ. ഞാൻ മതിയോ അമ്മേ? ആ പിന്നെ നീ മതി. നിനക്ക് 2 വയസ്സ് മൂപ്പില്ലേ? നീ മതി. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ലിസ. ഗുഡ് മോർണിംഗ്. ഇതാരാ? ഇതാണ് എൻ്റെ ചേച്ചി ഡയാന. ഹായ്. ഗുരുജി ഒന്നില്ലേ എന്തു? അവരൊക്കെ ഷൂട്ടിന് പോയി. ഔട്ട്ഡോർ. എന്തിൻ്റെ? ഒരു സോപ്പിന്റെ ഷൂട്ട്. എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. എൻ്റെ മേനിയഴകിൻ്റെ രഹസ്യം പരിമള സോപ്പ് എന്നൊന്നും മാത്രം പറഞ്ഞാൽ പോരാ. ഒരു 1.5 കുളി തന്നെ വേണ്ടി വരും. ലിസ അതിനൊന്നും തയ്യാറാവില്ലല്ലോ. അങ്ങനെയാ ബാല പറഞ്ഞത്. ഒരു ബാല ഗുരുജിക്ക് പേരുദോഷം ഉണ്ടാക്കാൻ. എല്ലാം ഉരിഞ്ഞെറിഞ്ഞിട്ട് അവളോട് പോയി വെള്ളത്തിൽ ചാടാൻ പറ. ക്യാമറ കൂടെ ചാടിക്കോളും. ചേച്ചി വാ. നീ എന്തിനാ അവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ചേച്ചിക്കൊന്നും അറിയില്ല, ഒക്കെ പാരകളാ. ചേച്ചി ഇവിടെ ഇരിക്കാം, ഞാനിപ്പോ വരാം. നീ എവിടേക്കാ പോണേ? അവരെന്നെ കാണാനല്ലേ വന്നത്. അയ്യോ, ഞാനിപ്പോ വരാം. അമ്മ ഞാൻ കൂടെ അല്ലാതെ നിന്നെ എവിടെയും വിടരുതെന്ന് പറഞ്ഞു. ആ തള്ളക്ക് വട്ടാണ് ചേച്ചി. ചേച്ചി ഇവിടെ ഇരിക്കേ, അനങ്ങരുത്. ലിസ, ഞാനിപ്പോ വരാവേ. ഹലോ. അച്ചാമ്മയ്ക്ക് എന്ത് പറ്റി മോളെ? സിവിയർ ഹെഡേക്ക്. പനിയുണ്ടോ ചായ? പകല് കുറച്ച് കുറയ്ക്കാൻ പറ. അച്ചായനോടും എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. മിടുക്കിയാണോ? ലിസ, ലുക്ക്, അഡ്വർടൈസ്മെന്റ് ഈസ് ഫോർ സെയിൽ, ജസ്റ്റ് ഫോർ സെയിൽ. 101. എന്താ? 101 വട്ടമാണ് ഞാൻ ഈ ഫോർ സെയിൽ ഡീറ്റെയിൽസ് കേൾക്കുന്നത്. എൻ്റെ പൊന്നച്ചായ, നിങ്ങളും ഗുരുജിയും പറയുന്നത് ഞാൻ അനുസരിക്കുന്നു. വേറെ എന്താ ഞാൻ വേണ്ടത്? മോളെ, ഇവര് കൊണ്ടുവന്നിരിക്കുന്നത് 1 വർഷത്തേക്കുള്ള ഒരു പ്രോജക്റ്റ്. ഹലോ, ക്യാമറയ്ക്ക് മുമ്പിൽ ഗ്ലാമർ കാണിക്കേണ്ടി വരില്ല എന്ന് വെച്ചാല് വമ്പൻ പരസ്യ കമ്പനികൾ പലതരം ഓഫറുമായി ക്യൂ നിൽക്കുക. പക്ഷേ അച്ചായനും ലിസിയൊക്കെ ഇവിടെ ഉള്ളപ്പോൾ വെളി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വ്യക്തമായി പറഞ്ഞു കൊടുക്കാം അച്ചായ. അതെ മോളെ, ഒരു പാലിടുമ്പോൾ കേരള തനിമ, അതാണ് പ്രധാനം. ലിസ, ആരാണ് കൂടെ വന്നിരിക്കുന്നത്? അതെന്റെ ചേച്ചിയാണ്, ഡയാന. എന്താ ചായ? ഒന്നുമില്ല. സ്വാമി പറഞ്ഞ ഏതോ പെൺകുട്ടി റിസപ്ഷനിൽ ഇരിക്കുന്നു. അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് എനിക്ക് കൂട്ടുവന്നതാ. ലുക്ക് ലിസ, 1 ഇയറാണ് കോൺട്രാക്ട്. ബാക്കിയൊക്കെ അച്ചായൻ പറഞ്ഞുതരും. വേറെയും ചില കോൺട്രാക്ട് ഉണ്ട്, അത് ഞങ്ങൾ പറഞ്ഞുതരും. ആ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, ഞാനിപ്പോ വരാം.